നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല. ആരുടെ വാക്കുകളാണിത്? മഹാത്മാഗാന്ധി. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്. ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട്. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘം ലണ്ടൻ മിഷനറി സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, കേരള മുസ്ലിം ഐക്യസംഘം, അയ്യങ്കാളി സാധുജന പരിപാലന യോഗം, വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം, ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല? പ്രാഥമിക മേഖല. 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയംപര്യാപ്തത. നാലാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. മാനവിക വികസന സൂചികയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ആയുർദൈർഘ്യം കണക്കാക്കുന്നു. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നുമണി. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. കരിമ്പ് ഉത്തർപ്രദേശ്, തേയില ആസാം, ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യ ഏതു രാജ്യത്തു നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? സോവിയറ്റ് യൂണിയൻ. ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ധവള വിപ്ലവം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശമല്ലാത്തത് സ്വത്തവകാശം. 2002 86-ാം ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? പാർലമെന്റ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രമായോ മറ്റ് സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കോട്ടയം. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ജോൺ ജോസഫ് മർഫി. ഏത് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത NW3. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേരുകേട്ട ദേശീയോദ്യാനം സൈലന്റ് വാലി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? ചാലക്കുടി പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവുമധികം കരാതിർത്തി പങ്കിടുന്നത്? ബംഗ്ലാദേശ്. ഉത്തര മഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് പാക് കടലിടുക്ക്. ഹിമാലയൻ നദി അല്ലാത്തത് കൃഷ്ണ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിൽ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് കോളറ. പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയയിൽ? ലാക്റ്റിക് ആസിഡ്. ഇതിൽ സാംക്രമിക രോഗമല്ലാത്തത് ക്യാൻസർ. ECGയുടെ പൂർണ്ണനാമം ഇലക്ട്രോകാർഡിയോഗ്രാം. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സാംശീകരണം. കൂടുതൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. ഏത് ചെടിയുടെ തറയിൽ നിന്നാണ് ഓപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? പോപ്പിച്ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗം എംഫിസിമ.
വിറ്റമിൻ എ നിശാന്തത, വിറ്റമിൻ ബി ബെറിബെറി, വിറ്റമിൻ സി സ്കർവി, വിറ്റമിൻ ഡി റിക്കറ്റ്സ്. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ശ്വേതരക്താണുക്കൾ. 12,000 കിലോ അൺലാഡൻ വെയ്റ്റുള്ള റോഡ് റോളർ ഏതു വിഭാഗം വാഹനത്തിൽ വരും? മീഡിയം ഗുഡ്സ് വാഹനം. ചരക്കു കയറ്റുന്നതും ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 12,000 കിലോയ്ക്ക് മുകളിലുമുള്ള വാഹനം N3 കാറ്റഗറി വാഹനങ്ങൾ എന്ന നിർവചനത്തിൽ വരുന്നു. അപകടസാധ്യത നിറഞ്ഞ ചരക്ക് കയറ്റുന്ന ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഓടിക്കുന്നതിന് ലൈസൻസ് പുതുക്കി നൽകുന്ന കാലാവധി 3 വർഷം. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാവുന്ന കുറ്റം: പബ്ലിക് സർവീസ് വാഹനം ഓടിക്കുമ്പോൾ പുകവലിക്കുക, വാഹനം മോഷ്ടിക്കുക, ഗുഡ്സ് വാഹനങ്ങളിൽ അതിഭാരം കയറ്റുക. ജൂനിയർ ലൈസൻസിംഗ് അതോറിറ്റിയുടെ അധികാരം: പുതിയ ലേണേഴ്സ് ലൈസൻസ് നൽകുക. പബ്ലിക് സർവീസ് വാഹനത്തിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് മോട്ടോർ ക്യാബ്, മാക്സി ക്യാബ്, സ്റ്റേജ് കാരേജ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെർമിറ്റ് ആവശ്യമുള്ള വാഹനം: പ്രൈവറ്റ് സർവീസ് വാഹനങ്ങൾ. ഇ-റിക്ഷയുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് കാലാവധി 3 വർഷം. ഗുഡ്സ് വാഹനങ്ങൾക്ക് അസാധാരണമായ സാഹചര്യങ്ങളിൽ ടെമ്പററി പെർമിറ്റ് നൽകാവുന്ന പരമാവധി കാലയളവ് 1 വർഷം. 12 വയസ്സുവരെയുള്ള കുട്ടികൾ ഒരു ഉചിതമായ ചൈൽഡ് റിസ്ട്രെയിന്റ് സിസ്റ്റത്തിലാണ് ഇരിക്കുന്നതെന്ന് ഡ്രൈവർ ഉറപ്പുവരുത്തേണ്ടതാണ്. തന്റെ വാഹനം ഇടത്തേക്ക് തിരിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രൈവർ ചെയ്യരുതാത്തത്: സ്ലിപ്പ് ലെയിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ വാഹനം ഓടിക്കരുത്. പെഡസ്ട്രിയൻ ക്രോസിംഗിലും അതിനു മുമ്പുള്ള 5 മീറ്ററിലും വാഹനം നിർത്തരുത്. മദ്യപിച്ച് വാഹനമോടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ 10,000 രൂപ. വാഹനം ഓടിക്കാൻ മാനസികമായോ ശാരീരികമായോ അനുയോജ്യമല്ലാത്തപ്പോൾ മോട്ടോർ വാഹനം ഓടിച്ചാൽ ആദ്യത്തെ കുറ്റത്തിനുള്ള പിഴ 1,000 രൂപ. സ്റ്റാർട്ടർ മോട്ടോർ ഇന്റേണൽ കമ്പൻസ്റ്റിൻ എഞ്ചിന്റെ ഏത് ഭാഗത്താണ് കറക്കുന്നത്? ഫ്ലൈ വീൽ. ഫ്ലൈ വീലിനോട് ക്ലച്ച് ഡിസ്ക് ചേർന്ന് കറങ്ങി തുടങ്ങുന്ന അവസ്ഥയ്ക്കാണ് ബൈറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. വാഹനം ഓടിക്കുമ്പോൾ മുന്നിൽ കാണുന്ന കാര്യം തലച്ചോറിലെത്തി തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ കാൽ ബ്രേക്കിലെത്താൻ എടുക്കുന്ന സമയത്തെ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നു. റോഡ് യൂസർ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നവ: ഡ്രൈവർ, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, കാൽനടക്കാർ. ട്രാഫിക് കൺട്രോൾ സിഗ്നലിലെ ചുവന്ന ലൈറ്റ് മിന്നിപ്രകാശിച്ചാൽ ലൈറ്റിൽ അഭിമുഖമായി വരുന്ന വാഹനങ്ങൾ നിർത്തി കാൽനടക്കാർക്കും മേജർ റോഡിലെ വാഹനങ്ങൾക്കും മുൻഗണന നൽകി സിഗ്നൽ കടന്നുപോകാം. സൈറനോ ഫ്ലാഷ് ലൈറ്റുകളോ പ്രവർത്തിച്ച് നിൽക്കുന്ന എമർജൻസി വാഹനത്തിൽ നിന്ന് അവയിലെ ജീവനക്കാർ ആവശ്യപ്പെട്ടാൽ മറ്റു വാഹനങ്ങൾ പാലിക്കേണ്ട ചുരുങ്ങിയ അകലം 50 മീറ്റർ. ഫോഗ് ലൈറ്റ് ഉപയോഗിച്ച് വാഹനമോടിക്കുമ്പോൾ ചെയ്യരുതാത്ത കാര്യം: ഹെഡ്ലൈറ്റ് ഓൺ ചെയ്ത് ഹൈ ബീമിൽ ഇടണം. ഹിൽ ഡ്രൈവിംഗിൽ ചെയ്യരുതാത്ത കാര്യം: ഇറങ്ങുമ്പോൾ വാഹനം ന്യൂട്രലിൽ ഓടിക്കുക. ഡ്രൈവിംഗിൽ MSM എന്താണ് സൂചിപ്പിക്കുന്നത്? കണ്ണാടി സിഗ്നൽ. വിദഗ്ധമായ നടപടി. കേരളത്തിലെ റോഡുകളിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത 60 km/മണിക്കൂർ. ദേശീയപാതയിൽ മീഡിയൻ ഡിവൈഡറോട് കൂടിയ റോഡിൽ ചരക്ക് വാഹനങ്ങളുടെ വേഗത പരമാവധി 80 km/h. സംസ്ഥാന പാതയിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സുകളുടെ വേഗത പരിഗണിക്കുന്നത് 50 km/h. മോട്ടോർ വാഹന നിയമത്തിൽ അമിതഭാരം കയറ്റാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന വകുപ്പ് 113. അമിതഭാരത്തിൽ ഉള്ള ഒരു വാഹനം പരിശോധിക്കുന്നതിന് വാഹന പരിശോധനാ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടുള്ളത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് വകുപ്പാണ്? 114. കാവൽക്കാരൻ ഇല്ലാത്ത റെയിൽവേ ലെവൽ ക്രോസിംഗ്. ഡ്രൈവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ: വാഹനം റോഡിന്റെ ഇടതു സൈഡിൽ നിർത്തിയ ശേഷം ഡ്രൈവറോ വാഹനത്തിൽ നിന്ന് മറ്റ് ആരെങ്കിലുമോ ഇറങ്ങി റെയിൽവേ ട്രാക്കിന്റെ 2 വശങ്ങളിൽ നിന്ന് ട്രെയിൻ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. വാഹനത്തിന്റെ ഉടമസ്ഥൻ തന്റെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ച് പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷ 3 മാസം വരെ തടവ് അല്ലെങ്കിൽ 5,000 രൂപ പിഴ.
മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 185 അനുശാസിക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല. മോട്ടോർ വാഹന നിയമപ്രകാരം ഇൻഷുറൻസ് ഇല്ലാതെ ഒരു വാഹനം ഓടിച്ച് ആദ്യ തവണ പിടിക്കപ്പെട്ടാൽ കിട്ടുന്ന പരമാവധി ശിക്ഷ 3 മാസം തടവും അല്ലെങ്കിൽ 2000 രൂപ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. വാഹനത്തിൽ അമിതഭാരം കയറ്റി പിടിക്കപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ പിഴ ഒടുക്കലും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുകയും ചെയ്യാവുന്ന കുറ്റമാണ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 184 പരിധിയിൽ വരാത്തത് ഹെൽമറ്റ് ധരിക്കാതെ ടൂ വീലർ ഓടിക്കുന്നത്. താഴെ പറയുന്നവയിൽ മോട്ടോർ വാഹന നിയമം സെക്ഷൻ 134A യിൽ പറയുന്ന ഒരു നല്ല സമരിറ്റന്റെ അവകാശങ്ങൾ എന്തെല്ലാം? ഒരു നല്ല സമരിറ്റനോട് ബഹുമാനപൂർവ്വം പെരുമാറേണ്ടതാണ്. അപകടം പറ്റിയ ആളെ ആശുപത്രിയിൽ എത്തിക്കുന്ന നല്ല സമരിറ്റനോട് പോലീസോ ആശുപത്രിയോ അധികൃതരോ മറ്റ് ആവശ്യങ്ങൾ ഒന്നും തന്നെ പറയാതെ പെട്ടെന്ന് തന്നെ പോകാൻ അനുവദിക്കണം. CMVR SCC 168 സബ്സെക്ഷൻ 5 പ്രകാരം എല്ലാ ആശുപത്രികളിലും ഒരു നല്ല സമരിറ്റന്റെ അവകാശങ്ങൾ കവാടത്തിലോ അനായാസം കണ്ണിൽ പെടുന്നതോ ആയ ഭാഗത്ത് ഹിന്ദി ഇംഗ്ലീഷ് ബോർഡ് സ്ഥാപിക്കേണ്ടതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. ഒരു നല്ല സമരിറ്റൻ അപകടം പറ്റി ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളെ ആശുപത്രി ചിലവുകൾ നൽകേണ്ടതില്ല. താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യത്തിലാണ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കാൻ കഴിയാത്തത്? ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിക്കുക. ഏത് തരം വാഹനങ്ങളിലാണ് ഫാസ്ടാഗ് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി. CMVR 138 സബ്സെക്ഷൻ 3 പ്രകാരം മോട്ടോർ വാഹനത്തിൽ ഏതൊക്കെ സീറ്റിൽ യാത്രക്കാരന് സീറ്റ് ബെൽറ്റ് ധരിക്കേണ്ടത്? വാഹനത്തിൽ മുൻസീറ്റിലുള്ളവർക്കും വാഹനത്തിലെ പിറകിൽ മുന്നിലായിട്ട് അഭിമുഖമായി ഇരിക്കുന്ന സീറ്റിലെയും യാത്രക്കാർക്ക്. വാണിൻ ട്രയാങ്കിൾ 4 വീലുള്ള GVW 7.1 ടണ്ണിനു മുകളിലുള്ള വാഹനങ്ങളിൽ എത്ര എണ്ണം വേണം? 2. GVW 7.5 ടണ്ണിന് മുകളിലുള്ള 4 വീലർ വാഹനങ്ങളിൽ CMVR 138 സബ്സെക്ഷൻ 4 പ്രകാരം എത്ര ചോക്ക് ബ്ലോക്ക് ആവശ്യമാണ്? 2. 4 വയസ്സുവരെയുള്ള കുട്ടികളെ കൊണ്ട് ടൂ വീലർ യാത്ര ചെയ്യുമ്പോൾ വേഗതാ പരിധി 40 km/h. താഴെ പറയുന്നവയിൽ ഏത് ട്രാൻസ്പോർട്ട് വാഹനത്തിലാണ് സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ടത്? സ്റ്റേജ് കാരേജ് വാഹനങ്ങൾ. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾക്ക് ഒഴികെയുള്ള ഒരു വാഹനങ്ങൾക്കും താഴെ പറയുന്ന നിറം ഉപയോഗിക്കാൻ പാടില്ല. ഒലീവ് ഗ്രീൻ. വാഹനങ്ങളിൽ റിയർ അണ്ടർ പ്രൊട്ടക്റ്റ് ഡിവൈസിന് ഉപയോഗിക്കേണ്ട നിറങ്ങൾ മഞ്ഞയോട് കൂടിയ വെള്ള സീബ്ര വരകൾ. MN തരത്തിൽ വരുന്ന വെടിയുണ്ട ഏൽക്കാത്ത തരം വാഹനങ്ങളെ ആർമൗർഡ് എന്ന് വിളിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏത് വാഹനത്തിലാണ് സ്പാർക്ക് അറസ്റ്റർ ഘടിപ്പിക്കേണ്ടത്? ഗുഡ് കാരേജ്